ഹായ് എവരി വൺ. ഇത് ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ PSC എക്സാമിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. അതിൽ തെർമോഡൈനാമിക്സിൻ്റെ പാർട്ട് 2 ആണത്. പാർട്ട് 2 ആണ്. ഓക്കെ, നിങ്ങൾ പാർട്ട് 1 കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കുക. അതിൽ നമ്മൾ ഫസ്റ്റിലെ തെർമോഡൈനാമിക്സും അതുപോലെ ഡിഫറെൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്സസിനെ പറ്റിയെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഹീറ്റ് എൻജിൻ എന്നൊരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാം. ഈ തെർമോഡൈനാമിക്സിൻ്റെ പ്രത്യേകത ഫിസിക്സിൽ കെമിസ്ട്രിക്കും കോമൺ ആയിട്ടുള്ളൊരു ഒരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ്. അതേപോലെ തന്നെ പല എക്സാമുകൾക്കും ഫിംഗർ പ്രിൻറ്റ് സെർച്ചർ എക്സാമിന് വേണ്ടി മാത്രമല്ല പല എക്സാമുകൾക്കും വരുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ്. ഐ മീൻ IIT JEE അതുപോലെ കീം എക്സാം, നീറ്റ് എക്സാം, IIT JAM എക്സാം, അതുപോലെ ഹയർ ലെവൽ CSIR നെറ്റ് എക്സാമിനൊക്കെ ഉള്ള ഒരു പാർട്ടാണ് തെർമോഡൈനാമിക്സ്. നമുക്ക് ഹീറ്റ് എൻജിനിലേക്ക് പോകാം. ഹീറ്റ് എൻജിൻസ്, ഹീറ്റ് എൻജിൻ്റെ വർക്കിംഗ് ആണ് നമ്മൾ പറയുന്നത്. ഹീറ്റ് എൻജിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ, തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾ, ഹീറ്റ് എൻജിൻ്റെ വർക്കിങ്ങിലുള്ള പ്രിൻസിപ്പിൾ മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കാം, നമ്മളൊരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടാണ്, ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചിട്ടാണ് സാധാരണ ഹീറ്റ് എൻജിൻ എക്സ്പ്ലെയിൻ ചെയ്യുക. ഹീറ്റ് എൻജിനിൽ ഒരു ഹൈ ടെമ്പറേച്ചർ റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ സോഴ്സ് എന്നാണ് വിളിക്കാറ്. ഹോട്ട് റിസർവോയർ എന്ന് പറയാറുണ്ട്. ഹോട്ട് റിസർവോയർ പറയാറുണ്ട്. പിന്നെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് ഉണ്ട്. വർക്കിംഗ് സബ്സ്റ്റൻസ്. പിന്നെ ഒരു സിങ്ക് ഉണ്ട്. സിങ്ക് എന്നുള്ളത് ഒരു ലോ ടെമ്പറേച്ചറുള്ള പാർട്ടാണ്. കോൾഡ് റിസർവോയർ എന്ന് പറയാറുണ്ട്. ഇതൊരു കോൾഡ് റിസർവോയറാണ്. ഇതാണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം. ഞാൻ ഇത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ഹീറ്റ് എൻജിൻ നടക്കുന്ന അതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഒരു സാധാരണ ഒരു ഹീറ്റ് എൻജിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ്, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഹീറ്റ് എൻജിൻസ് ഏതൊക്കെയാണ്? പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഹീറ്റ് എൻജിൻസ്. ഒരു പെട്രോൾ എഞ്ചിനാണെങ്കിൽ അതിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് പെട്രോൾ വേപ്പറിൻ്റെയും എയറിൻ്റെയും മിക്സ്ചറാണ്. പെട്രോൾ വേപ്പറിൻ്റെയും എയറിൻ്റെയും മിക്സ്ചറാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഒരു ഡീസൽ എഞ്ചിനാണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഡീസൽ വേപ്പറിൻ്റെയും എയറിൻ്റെയും കൂടി മിക്സ്ചറാണ്. ഓക്കെ, അപ്പോൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, എഞ്ചിനിൽ ഹൈ ടെമ്പറേച്ചറുള്ള റീജിയൻ എന്നോ, ഓക്കെ, എഞ്ചിനിൽ ഹൈ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ആ ഹൈ ടെമ്പറേച്ചർ റീജിയനെ ആണ് വിളിക്കുന്നത് എന്ത്? സോഴ്സ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഹോട്ട് റിസർവോയർ എന്ന് വിളിക്കുക. ഹീറ്റ് അബ്സോർബ് ചെയ്യും. വർക്കിംഗ് സബ്സ്റ്റൻസ് അബ്സോർബ്സ് ഹീറ്റ് ഓഫ് എമൗണ്ട് Q1 ഫ്രം ദ സോഴ്സ്. ആ ഹീറ്റിനെ വർക്കാക്കി മാറ്റുക എന്നുള്ളതാണ് എൻജിൻ്റെ ഒരു ഉദ്ദേശം. നമുക്ക് ഹീറ്റ് എൻജിൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് വർക്കാക്കി മാറ്റാൻ വേണ്ടിയാണ്, ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. സാധാരണ ഹീറ്റ് എൻജിൻ ചെയ്യുന്ന വർക്ക് നമ്മൾ വാഹനങ്ങളിലാണല്ലോ കൂടുതൽ ഹീറ്റ് എൻജിൻ യൂസ് ചെയ്യുക. അവിടെ നമുക്കറിയാം, അവിടെ ആക്സിൽ തിരിക്കാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഈ ഹീറ്റിൽ നിന്നാണ് വർക്കായിട്ട് മാറുക. ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്ന എൻജിനുകളാണ് ഹീറ്റ് എൻജിൻസ്. ഓക്കെ, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറില്ല, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട് ഹീറ്റ് വേസ്റ്റായി പോകും. കൃത്യമായിട്ട് പറഞ്ഞാൽ വാഹനങ്ങളുടെ കേസിൽ റേഡിയേറ്ററിലേക്ക് പോകുന്ന ഹീറ്റാണത്. വാഹനങ്ങളുടെ കേസിൽ റേഡിയേറ്ററിലേക്ക്, ഇപ്പോൾ ഒരു കാറിൻ്റെ കേസിൽ അതിൻ്റെ റേഡിയേറ്ററിലേക്ക് വേസ്റ്റായി പോകുന്ന ഹീറ്റാണ് Q2 എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഹീറ്റ് എൻജിൻ്റെ സിമ്പിളായിട്ടുള്ള വർക്കിംഗ്. Working substance absorbs heat of amount Q1 from the source. A part of the heat will be converted into useful work and the remaining part is given to the sink. Actually given എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെ കൊടുക്കുന്നതല്ല, പക്ഷേ വേസ്റ്റ് ആയി പോകുന്ന ഹീറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാവുന്ന ഇക്വേഷൻ ഇതാണ്. Q1 is equal to W plus Q2 എന്ന് എഴുതാൻ പറ്റും. Q1 എന്നുള്ളത് W plus Q2 ആണ്. Q1 ആണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. Which implies W is equal to Q1 minus Q2. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. W is equal to Q1 minus Q2. ഈ ഹീറ്റ് എൻജിൻ്റെ എഫിഷ്യൻസി ഓഫ് ദ ഹീറ്റ് എൻജിൻ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? നമുക്ക് അറിയാം, എപ്പോഴും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവറാണ്. പവറിന് വരെ ഇവിടെ നമ്മൾ ഈ എനർജി കൊടുത്താലും പ്രശ്നമില്ല. നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്, ഇവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇതാണ്. ദിസ് ഈസ് ദ ഔട്ട്പുട്ട്. അതിനുവേണ്ടി എടുക്കുന്നത് ഹീറ്റ് ഇൻപുട്ടാണ്. ദിസ് ഈസ് ദ ഇൻപുട്ട്. അപ്പോൾ എഫിഷ്യൻസി എഴുതുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ഇങ്ങനെയാണ് വരുന്നത്.
നമുക്ക് വേണമെങ്കിൽ ഇതൊരു ഇക്വേഷൻ തന്നെയാണ്, നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നുകൂടി മാറ്റി എഴുതാം. ഈ ഡബ്ല്യുവിന് പകരം Q1 മൈനസ് Q2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡിവൈഡ് ബൈ Q1. സെപ്പറേറ്റ് ഡിവിഷൻ കൊടുക്കുമ്പോൾ Q1 ബൈ Q1 1 ആണ്, മൈനസ് Q2 ബൈ Q1 ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈറ്റ ഈസ് ഈക്വൽ ടു W ബൈ Q1 അല്ലെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിന് 3 സ്റ്റേറ്റ്മെൻ്റ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹീറ്റ് എഞ്ചിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ലോർഡ് കെൽവിനും മാക്സ് പ്ലാങ്കുമാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കേട്ടോ, സെക്കൻഡ് ലോയുടെ തെർമോഡൈനാമിക്സിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ പറയുന്ന കാര്യം ഇതാണ്, എഫിഷ്യൻസി ഓഫ് ദ ഹീറ്റ് എഞ്ചിൻ അത് 1 ആകില്ല. നോക്കുക, ഈക്വേഷൻ നോക്കുക. Q2 if Q2 equal to 0, ഈറ്റ വിൽ ബി വാട്ട്? Q2 0 ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം വാനിഷ് ചെയ്യും, ഈറ്റ 1 ആയിരിക്കും. ഇത് പോസിബിൾ അല്ല എന്നുള്ളതാണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ Q2 0 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റാം. Q2 0 ആയ Q1 എന്തായിരിക്കും? W ഈക്വൽ ആവും. എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോസസ് പോസിബിൾ അല്ല എന്നാണ് ആര് പറയുന്നത്? മാക്സ് പ്ലാങ്കും ലോർഡ് കെൽവിനും പറയുന്നത്. ഓക്കെ, ഇതാണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ആക്ച്വലി അത് ഫസ്റ്റ് ലോ പ്രകാരം അലൗഡാണ്. ഹീറ്റിനെ വർക്കാക്കി മാറ്റുന്നതുകൊണ്ട് യാതൊരു എനർജി വെച്ച് നോക്കുമ്പോൾ, കൺസർവേഷൻ ഓഫ് എനർജി നോക്കുമ്പോൾ യാതൊരു തടസ്സമില്ല. പക്ഷേ ദാറ്റ് ഡസൻറ്റ് ഒക്കർ ഇൻ നേച്ചർ, അത് നടക്കുന്നില്ല. ഓക്കെ, അതാണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വർക്കാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോസസ്സും പോസിബിൾ അല്ല. അതാണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നോ പ്രോസസ് പോസിബിൾ ഹു സോൾഡ് റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. നോ പ്രോസസ് പോസിബിൾ ഹു സോൾഡ് റിസൾട്ട് ഈസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ ആൻഡ് ദ കംപ്ലീറ്റ് കൺവേർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. ഇതാണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ എഫിഷ്യൻസി 1 ആകില്ല. എന്തുകൊണ്ടാണ്? എടുക്കുന്ന ഹീറ്റിനെ കംപ്ലീറ്റ് വർക്കാക്കി മാറ്റാൻ പറ്റാത്തതുകൊണ്ട്. കുറച്ച് ഹീറ്റ് എന്തായാലും വേസ്റ്റായിട്ട് പോകും. ഓക്കെ, വേസ്റ്റായിട്ട് പോകും. അതാണ് ഇവിടെ സെക്കൻഡ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് നമുക്ക് ഹീറ്റ് എഞ്ചിനിൽ പറയാനുള്ളത്. ഇനി ഹീറ്റ് എഞ്ചിനിൽ നമുക്ക് 2 തരം ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. ഒന്ന് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനും എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനും. ഹീറ്റ് എഞ്ചിന് വേണമെങ്കിൽ നമുക്ക് 2 ആയിട്ട് തിരിക്കാം. IC എഞ്ചിനും EC എഞ്ചിനും. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിനൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ പണ്ട് സ്റ്റീം എഞ്ചിൻ ഉണ്ടായിരുന്നു അല്ലേ? തീവണ്ടിയൊക്കെ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് തീവണ്ടി എന്നാണ് നമ്മൾ പറയാം പണ്ട് അല്ലേ? ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ട്രെയിനും ഒക്കെയാണ് കൂടുതലുള്ളത്. നോക്കുക, സ്റ്റീം എഞ്ചിൻ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനാണ്. എഞ്ചിൻ്റെ സിലിണ്ടറിന് പുറത്താണ് കമ്പഷൻ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എനർജിയുടെ വേസ്റ്റേജ് വളരെ കൂടുതലായിരുന്നു സിലിണ്ടറിന് പുറത്ത് കമ്പഷൻ നടന്നുകൊണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് വിളിക്കുക, അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അത് യൂസ് ചെയ്യാണ്ടായി തുടങ്ങി. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന 2 ഹീറ്റ് എഞ്ചിൻ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനുമാണ്. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിൻ, ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് പറഞ്ഞു തന്നുള്ളൂ. ഇനി നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ പ്രിൻസിപ്പിളിലേക്ക് പോകാം. റെഫ്രിജറേറ്റർ ഞാൻ ഇതിൽ ഈ സ്കീമാറ്റിക് ഡയഗ്രത്തിൽ കാര്യമായിട്ട് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ മായ്ക്കുന്നില്ല റെഫ്രിജറേറ്ററിൽ. പക്ഷെ മാറ്റമുണ്ട്. ഓക്കെ, റെഫ്രിജറേറ്റർ മലയാളത്തിൽ പറഞ്ഞ ശീതീകരണ. റെഫ്രിജറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? റെഫ്രിജറേറ്ററിൽ എന്താ സംഭവിക്കുക? ഇവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം. എന്താണെന്ന് വെച്ചാൽ ഈ ആരോകളൊക്കെ മാറും. ആരോകളാണ് പ്രധാനമായിട്ട് മാറ്റുള്ളൂ. ഇതല്ല ഔട്ട്പുട്ട്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ്? വർക്ക് ഈസ് സബ്സ്റ്റൻസ് സിങ്കിൽ നിന്ന് Q2 ഹീറ്റ് എടുക്കും.
നമ്മളൊരു വർക്ക് കൊടുക്കുകയാണെങ്കിൽ, നമ്മളിവിടെ വർക്ക് കൊടുക്കുകയാണ്, വർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിന് നമ്മൾ എന്ത് എനർജിയാണ് കൊടുക്കുന്നത്? ഇലക്ട്രിക് എനർജി അല്ലേ? ഒരു റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? നമ്മൾ സാധാരണ ഫ്രിഡ്ജ് എന്നാണ് പറയാറില്ലേ റെഫ്രിജറേറ്ററിന്. റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാൻ എന്ത് വേണം? നമുക്ക് കറണ്ട് കൊടുക്കണം, ഇലക്ട്രിസിറ്റി കൊടുക്കണം. ആ ഇലക്ട്രിസിറ്റിയാണ് വർക്കായിട്ട് കാണിക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടാണ് കേട്ടോ, ഇൻപുട്ടാണ് ആക്ച്വലി വർക്ക് കൊടുത്താൽ റെഫ്രിജറേറ്റർ എന്ത് ചെയ്യും? വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? സിങ്കിൽ നിന്ന് ഹീറ്റ് എടുക്കും. കോൾഡ് റിസർവോയറിന് ഹീറ്റ് എടുക്കും. ഈ വർക്കും കൂടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഹീറ്റ് സോഴ്സിലേക്ക് കൈമാറും. ഓക്കെ, സോഴ്സിലേക്ക് ഹീറ്റ് കൈമാറും. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ എഴുതാം, Q2 പ്ലസ് W ആണ് Q1. നേരത്തെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെയാണത്, ഹീറ്റ് എഞ്ചിനിൽ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. വിച്ച് ഇംപ്ലൈസ് W is equal to what? Q1 മൈനസ് Q2. അത് തന്നെയാണ്. എന്താണ് ഇവിടെ സിങ്ക് എന്ന് പറഞ്ഞാൽ? റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ എന്താ സിങ്ക് എന്ന് പറഞ്ഞാൽ റെഫ്രിജറേറ്ററിൻ്റെ ഉൾഭാഗം, നമ്മൾ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം സൂക്ഷിക്കാൻ വേണ്ടി വെക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ ഉൾഭാഗത്തെ അറ, ശീതീകരണ അറ, കൂളിംഗ് ചേംബർ ഓഫ് ദ റെഫ്രിജറേറ്റർ, അതിനെയാണ് സിങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് ഹീറ്റ് വരുന്നത്? റെഫ്രിജറേറ്ററിൻ്റെ ഹീറ്റ് എവിടേക്കാണ് വരുന്നത്? പുറത്തേക്കാണ് വരുന്നത്, പുറത്തെ റൂമിലേക്കാണ് വരുന്നത്. ഏത് റൂമിലാണ് റെഫ്രിജറേറ്റർ വെച്ചിട്ടുള്ള ആ റൂമിലേക്കാണ് വരുന്നത്. അത് തന്നെയാണ് സോഴ്സ്, അത് തന്നെയാണ് ഹോട്ട് റിസർവോയർ എന്ന് വിളിക്കുന്ന സോഴ്സ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാ റെഫ്രിജറേറ്ററിൽ? ഫ്രിയോൺ ഗ്യാസ് ആണ് വർക്കിംഗ് സബ്സ്റ്റൻസ് ആയിട്ട്. ഫ്രിയോൺ ഗ്യാസ് എന്ന് തന്നെ പറയേണ്ട. ഫ്രിയോൺ അതിൻ്റെ ഉള്ളിൽ രണ്ട് സ്റ്റേറ്റിലും ഉണ്ട്, ഗ്യാസ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാനാണ് അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ആ ചേഞ്ച് ഓഫ് ഫേസിന് വേണ്ടിയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. W is equal to Q1 മൈനസ് Q2. നമ്മളിവിടെ എഫിഷ്യൻസി പറയുമ്പോൾ എഫിഷ്യൻസി എന്നുള്ള വേർഡല്ല ഉപയോഗിക്കുക, കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കുക. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ആക്ച്വലി ഇവിടുത്തെ ഔട്ട്പുട്ട് ഇതാണ് അല്ലേ? ഏത് ഔട്ട്പുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? എത്ര ഹീറ്റ് കൂളിംഗ് ചേംബറിൽ നിന്ന് ഫ്രിയോൺ വലിച്ചെടുത്തു, വർക്കിംഗ് സബ്സ്റ്റൻസ് വലിച്ചെടുത്തു, അതാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് അല്ലേ? കൂളിംഗ് ചേംബറിൽ വെച്ച വസ്തുക്കൾ എന്ത് ചെയ്യണം? ആ ഫുഡ് മെറ്റീരിയൽസ് എല്ലാം തണുക്കണം. എന്ത് മെറ്റീരിയൽ ആയാലും തണുക്കണം. ഓക്കെ, ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ദ ഇൻപുട്ട്. സോ Q2 ഡിവൈഡഡ് ബൈ W. ഓക്കെ, ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, Q2 ഡിവൈഡ് ബൈ W വരെ എന്ത് എഴുതാം? Q1 മൈനസ് Q2 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഇക്വേഷനാണ് റെഫ്രിജറേറ്ററിൻ്റെ എന്താണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിനുള്ള ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിന് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കുക, ഇവിടെ റെഫ്രിജറേറ്ററിൻ്റെ കേസ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഈ വർക്ക് കൊടുക്കാതെ, ഇലക്ട്രിസിറ്റി കൊടുക്കാതെ ഈ പ്രോസസ് നടക്കുമോ? ഇലക്ട്രിസിറ്റി ഒട്ടും കൊടുക്കുന്നില്ല. റെഫ്രിജറേറ്ററിൽ വെച്ചിട്ടുള്ള വസ്തുക്കൾ കൂളായി കിട്ടുമോ? തീർച്ചയായിട്ടും ഇല്ല, നമുക്കറിയാം. അത് തന്നെയാണ് ഈ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഓക്കെ, നോക്കുക, W0 ആണെങ്കിൽ കോൾഡ് റിസർവോയറിൽ നിന്ന് ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? കോൾഡ് നിന്ന് ഹോട്ടിലേക്ക് ഹീറ്റ് കൊണ്ടുപോകണമെങ്കിൽ അത് നേച്ചറിൽ തന്നെ നടക്കില്ല. മനസ്സിലായി? എനർജി കൺസർവേഷൻ പ്രകാരം തെറ്റൊന്നുമില്ല, ഇവിടുന്ന് ഇവിടേക്ക് ഹീറ്റ് കൊണ്ടുപോകേണ്ടി യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് തന്നെ നടക്കാത്തൊരു പ്രോസസ്സാണ് നേച്ചറിൽ അല്ലേ? അതിന് നമ്മളൊരു എനർജി കൊടുത്താൽ മാത്രമാണ് കോൾഡ് റിസർവോയറിൽ നിന്ന് ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഐഡിയ ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതാണ്, നോ പ്രോസസ് പോസിബിൾ ഹു സോൾഡ് റിസൾട്ട് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് റിസർവോയർ ടു എ ഹോട്ട് റിസർവോയർ. നോ പ്രോസസ് പോസിബിൾ ഹു സോൾഡ് റിസൾട്ട് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ഫ്രം എ കോൾഡ് റിസർവോയർ ടു എ ഹോട്ട് റിസർവോയർ എന്ന് പറഞ്ഞാൽ വർക്ക് കൊടുക്കാതെ ഇത് നടക്കുന്ന ഈ ഒരു പ്രോസസ്സ്, കോൾഡ് റിസർവോയറിൽ നിന്ന് ഹോട്ട് റിസർവോയറിലേക്ക് ഹീറ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് പോസിബിൾ അല്ല. അതാണ് എന്ന് പറഞ്ഞാൽ വർക്ക് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വർക്ക് ഇല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരും. അപ്പോൾ ആൽഫ എന്ത് വരും? ആൽഫ ഇൻഫിനിറ്റി വരും. ആൽഫ ഇൻഫിനിറ്റ് ആവും. അപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ പറഞ്ഞാൽ വാട്ട് ഈസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്? ദ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് എ റെഫ്രിജറേറ്റർ കനോട്ട് ബി ഇൻഫൈനൈറ്റ്. ഓക്കെ, ഇതാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതാണ് റെഫ്രിജറേറ്ററിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പറയാനുള്ളത് റിവേഴ്സിബിൾ പ്രോസസ്സും കാർനോട്ട് സൈക്കിളുമാണ്, അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിനാണ്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സും കാർനോട്ട് എഞ്ചിനും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ
സൈക്ലിക് പ്രോസസ്സ് പറഞ്ഞു. സൈക്ലിക് പ്രോസസ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൈക്ലിക് പ്രോസസ്സ് പറഞ്ഞു. എന്താ സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ? സൈക്ലിക് പ്രോസസ്സ് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ സിസ്റ്റം അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. സിസ്റ്റം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്ന പ്രോസസ്സിനെ വിളിക്കുമ്പോൾ സൈക്ലിക് പ്രോസസ്സ്. ഇനി സിസ്റ്റവും സറൗണ്ടിങ്ങും ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ, പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് പ്രോസസ്സിന് ശേഷം സിസ്റ്റവും സറൗണ്ടിങ്ങും അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകളെ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വിളിക്കാം. സിസ്റ്റം മാത്രമല്ല, സറൗണ്ടിങ്ങിന് ഒരു ചേഞ്ചും വരാത്ത രീതിയിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സിസ്റ്റത്തിനും സറൗണ്ടിങ്ങിലും ഒരു ചേഞ്ചും അവശേഷിക്കാത്ത വിധത്തിൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സുകൾ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സസ്. ഓക്കെ, both the system and the surroundings can be reversed to their original states. അതാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലാണ് നമുക്ക് കാർനോട്ട് സൈക്കിൾ വരുന്നത്, അല്ലെങ്കിൽ കാർനോട്ട് എഞ്ചിൻ വരുന്നത്. സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട്. എന്താണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയാം? നിക്കോള സാഡി കാർനട്ട് എന്നുള്ള ഒരു ഇറ്റാലിയൻ എഞ്ചിനീയറുടെ പേരിലാണ് അത് വരുന്നത്, കാർനോട്ട് സൈക്കിൾ. നോക്കാം, കാർനോട്ട് സൈക്കിളിൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം അല്ലെങ്കിൽ PV ഡയഗ്രാം, ഒരു ഇൻഡിക്കേറ്റർ ഡയഗ്രാം വരയ്ക്കുകയാണ്. 4 പ്രോസസ്സാണ് കാർനോട്ട് സൈക്കിളുള്ളത്. ഒന്ന്, ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ. ഓക്കെ, ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുന്നു. പിന്നെ ഒരു അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നു. പിന്നെ ഒരു ഐസോതെർമൽ കംപ്രഷൻ നടക്കുന്നു. പിന്നെ ഒരു അഡയബാറ്റിക് കംപ്രഷൻ നടക്കുന്നു. ഓക്കെ, 4 പ്രോസസ്സുകൾ. ഓക്കെ, ഇതെന്നായിരിക്കാം 4 പ്രോസസ്സുകൾ. ഇതാ ഇവിടെ ഒരു നമ്മളിവിടുത്തെ ഞാൻ സ്റ്റേറ്റ് എഴുതാം, സ്റ്റേറ്റ് വേരിയബിൾസ് എഴുതാം. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഈ സ്റ്റേറ്റിൽ നിന്ന് A ആണെന്ന് വരച്ചോളൂ. ബിയിലേക്ക് പോകുന്നു, ബിന്ന് സിയിലേക്ക് പോകുന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്നു, തിരിച്ച് എയിലേക്ക് എത്തുന്നു. ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്. അതുകൊണ്ടാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ഇവിടുത്തെ ഇതൊരു ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. എന്താണിത്? ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ. ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ മാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എഴുതുമ്പോൾ പ്രഷർ മാറി, വോളിയം മാറി, പക്ഷേ ടെമ്പറേച്ചർ അത് തന്നെയാണ്. കണ്ടോ, ഐസോതെർമൽ എക്സ്പാൻഷൻ. അടുത്തത് കാർനോട്ട് സൈക്കിൾ അടുത്ത പ്രോസസ്സ് അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുമ്പോൾ നമുക്കറിയാം ഈ 3 വേരിയബിൾസ് മാറും. അഡയബാറ്റിക് എക്സ്പാൻഷനിൽ മാറാത്ത എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എൻട്രോപ്പി മാത്രം മാറില്ല, ബാക്കിയെല്ലാം മാറും. സോ അഡയബാറ്റിക് പ്രോസസ് നോൺ ആസ് ഐസോ എൻട്രോപ്പിക് പ്രോസസ്. ഇവിടെ നോക്കുക, പ്രഷർ മാറി P3, വോളിയം മാറി V3 ആൻഡ് ടെമ്പറേച്ചർ ബിക്കംസ് T2. ഇനി ഇത് കംപ്രഷനാണ്. കംപ്രഷൻ പറഞ്ഞാൽ വോളിയം കുറയുക, പ്രഷർ കൂടുക, അത് കംപ്രഷനാണല്ലോ. ഇത് നമ്മൾ വിളിക്കുന്നത് ഐസോതെർമൽ കംപ്രഷൻ എന്നാണ്. ഐസോതെർമൽ കംപ്രഷനാണത്. ടെമ്പറേച്ചർ മാറുന്നില്ല, അതുകൊണ്ട് ഈ സ്റ്റേറ്റ് ഞാൻ ഇങ്ങനെ എഴുതാം. പ്രഷർ P4, വോളിയം V4, ടെമ്പറേച്ചർ റിമീൻസ് സെയിം, T2 തന്നെയാണ്. പിന്നെ തിരിച്ച് ഇനിഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഈ പ്രോസസ് എന്നുള്ളത് അഡയബാറ്റിക് കംപ്രഷനാണ്. അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ ഈ 4 പ്രോസസ്സുകളാണ്. 2 എക്സ്പാൻഷൻ ഐസോതെർമലും അഡയബാറ്റിക്കും, 2 കംപ്രഷൻ ഐസോതെർമലും അഡയബാറ്റിക്കും. ഇതാണ് കാർനോട്ട് സൈക്കിൾ എന്നുള്ളത്. നമുക്കറിയാം ഐസോതെർമൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും? സിസ്റ്റം സറൗണ്ടിങ് ഹീറ്റ് എടുക്കും, അതിനെ വർക്കാക്കി മാറ്റും. അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പറയുന്ന Q1. ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ പറഞ്ഞ Q1. ഐസോതെർമൽ എക്സ്പാൻഷനിൽ ഒരു ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഐസോതെർമൽ കംപ്രഷനിൽ സിസ്റ്റം സറൗണ്ടിങ്ങിലേക്ക് ഒരു ഹീറ്റ് റിലീസ് ചെയ്യുന്നുണ്ട്. അതാണ് Q2. ഇതാണ് കാർനോട്ട് സൈക്കിൾ. അപ്പോൾ കാർനോട്ട് സൈക്കിളിൻ്റെ കേസിൽ നമ്മൾ എഫിഷ്യൻസി എഴുതുമ്പോൾ 1 - നമുക്കറിയാം ഹീറ്റ് എഞ്ചിൽ Q2/Q1 ആണ്. കാർനോട്ട് എഞ്ചിനാണെങ്കിൽ അത് 1 - Q2/Q1 എഴുതാം. നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു Q2/Q1 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു T2/T1. ഇതാണ് ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എഫിഷ്യൻസി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ
ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ആൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക്. നമുക്കറിയാം T2 ആണ് ചെറിയ ടെമ്പറേച്ചർ, T1 വലിയ ടെമ്പറേച്ചറാണ്. സോഴ്സിൻ്റെ ടെമ്പറേച്ചർ, സിങ്കിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും T2 വിൽ ബി ലെസ് ദാൻ T1. വലിയ ടെമ്പറേച്ചറാണ് സോഴ്സിന് കൊടുക്കേണ്ടത്, ചെറിയ ടെമ്പറേച്ചർ സിങ്കിന്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ഇതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ മാക്സിമം എഫിഷ്യൻസി. മാക്സിമം എഫിഷ്യൻസി ഉള്ള ഹീറ്റ് എഞ്ചിൻ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് എഞ്ചിൻ എന്ന് വിളിക്കുക റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയാം. റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനാണ് മാക്സിമം എഫിഷ്യൻസി. ഈ എഫിഷ്യൻസി ഒന്ന് രണ്ട് കാര്യങ്ങൾ, ദിസ് ഈസ് ദ മാക്സിമം എഫിഷ്യൻസി ചുരുക്കി എഴുതാണ്. രണ്ടാമത്തെ കാര്യം, ദ എഫിഷ്യൻസി ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ദ നേച്ചർ ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതായാലും പ്രശ്നമില്ല, എഫിഷ്യൻസി ഇൻഡിപെൻഡൻ്റ് ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഓക്കെ, എഫിഷ്യൻസി വർക്കിംഗ് സബ്സ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, കാർനോട്ട് എഞ്ചിൻ്റെ കേസിൽ അപ്പോൾ ഇത് രണ്ടും ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. എഫിഷ്യൻസി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി കാർനോട്ട് റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസും കൂടി ഒന്ന് പറഞ്ഞോട്ടെ. കാർനോട്ട് റെഫ്രിജറേറ്ററിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ഇത് ഹീറ്റ് എഞ്ചിൻ്റെ കേസിലാണല്ലോ പറഞ്ഞത്. കാർനോട്ട് റെഫ്രിജറേറ്റർ ഐഡിയൽ ആയിട്ടുള്ള ഒരു റെഫ്രിജറേറ്റർ, കാർനോട്ട് റെഫ്രിജറേറ്റർ ഓർ ഐഡിയൽ റെഫ്രിജറേറ്റർ, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയിരുന്നു അത് ആൽഫ എന്നുള്ളത്. എന്തായിരുന്നു ആൽഫയുടെ വാല്യൂ? നമ്മളിങ്ങനെ എഴുതിയത് Q2 എടുക്കുന്ന ഹീറ്റ് അല്ലേ, സിങ്കിൽ നിന്ന് എടുക്കുന്ന ഹീറ്റ് ഡിവൈഡ് ബൈ W ആയിരുന്നു ഇൻപുട്ട്. അപ്പോൾ Q2 ഡിവൈഡ് ബൈ Q1 മൈനസ് Q2 എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ കാർനോട്ട് ആകുമ്പോൾ T2 ഡിവൈഡ് ബൈ T1 മൈനസ് T2 എന്ന് എഴുതാം. ഇതാണ് കാർനോട്ട് റെഫ്രിജറേറ്ററിൻ്റെ എഫിഷ്യൻസിയുടെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് എന്നാണ് വിളിക്കുക. മീനിങ് ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ എഫിഷ്യൻസി തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഹീറ്റ് എഞ്ചിൻ്റെ കേസിലും റെഫ്രിജറേറ്ററിൻ്റെ കേസിലും കാർനോട്ട് സൈക്കിൾ നമുക്കിതിൽ പറയാനുള്ളത്. ഒരു കാര്യം കൂടി ജസ്റ്റ് പറഞ്ഞോട്ടെ, സൈക്കിൾ ഓഫ് തെർമോഡൈനാമിക്സിന് മൂന്നാമതൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് എൻട്രോപ്പിയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ജസ്റ്റ് ഞാൻ പറയാം, എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ് അതിതാണ്. ഡെൽറ്റ ഇൻ ഓൾ ഇറിവേഴ്സിബിൾ പ്രോസസ് ദ എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. ഇൻ ഓൾ ഇറിവേഴ്സിബിൾ പ്രോസസ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. വേറെ ഇതിലിങ്ങനെ പറയാറുണ്ട്, ഇൻ ഓൾ സ്പോണ്ടേനിയസ് പ്രോസസ്സസ് എൻട്രോപ്പി ഓഫ് ദ യൂണിവേഴ്സ് ഇൻക്രീസസ്. അപ്പോൾ എല്ലാ ഇറിവേഴ്സിബിൾ പ്രോസസ്സും യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി കൂടും. ഓക്കെ, എൻട്രോപ്പി കൂടും. അപ്പോൾ റിവേഴ്സിബിൾ ആണെങ്കിലോ യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പിയിൽ മാറ്റം വരില്ല, എൻട്രോപ്പി ചേഞ്ച് 0 ആയിരിക്കും. ഇറിവേഴ്സിബിൾ ആകുമ്പോഴോ എൻട്രോപ്പി കൂടും. ഓക്കെ, അപ്പോൾ നമുക്കതിന് ഇങ്ങനെ ഇക്വേഷൻ പ്രകാരം എഴുതാം, ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എപ്പോഴാണ് ഡെൽറ്റ ഇസ് ഗ്രേറ്റർ ദാൻ 0 വരുന്നത്? ഇറിവേഴ്സിബിൾ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0 വരുന്നത് എപ്പോഴാണ്? റിവേഴ്സിബിൾ. ഇത് എന്തിൻ്റെ ഡെൽറ്റ ഇസ് ആണ്? ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് ദ യൂണിവേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താ സെക്കൻഡിൽ പറയുന്നത്? ഡെൽറ്റ ഇസ് കനോട്ട് ബി നെഗറ്റീവ്. എൻട്രോപ്പി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, കുറയുന്നില്ല. ഈദർ ഇറ്റ് ഈസ് 0 ഓർ ഇറ്റ് ഈസ് പോസിറ്റീവ്. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ എൻട്രോപ്പി സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഇത്ര കാര്യം ഡിസ്കസ് ചെയ്ത്. ഓക്കെ, താങ്ക് യു.